സത്യല്ലേ? അതിന് സാധ്യത വളരെ കൂടുതലാണ്. കാരണം ലോകമെമ്പാടും ഇസ്ലാമിനെതിരായിട്ടല്ല, ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായിട്ട് ഒരു ചിന്താഗതി വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇറാൻ ആക്രമിച്ചത് ഇസ്ലാമിക രാജ്യങ്ങളല്ല ആക്രമിച്ചത്. ഒന്ന് അമേരിക്കയും, ക്രിസ്ത്യൻ രാജ്യമായ അമേരിക്കയും, ജൂതരാജ്യമായ ഇസ്രായേലുമാണ് ആക്രമിച്ചത്. പക്ഷേ അതിൻ്റെ ആദ്യത്തെ 1-2 ദിവസത്തെ ഖൊമേനി കൊല്ലപ്പെട്ടിട്ട് പോലും ആദ്യത്തെ 1-2 ദിവസത്തെ പ്രകടനത്തിന് ശേഷം പ്രകടനം ഇല്ലാതാവുകയാണ്. ഇനി അത് ആളിക്കത്തിക്കണമെങ്കിൽ കുറേ കൂടെ മതപരമായ വേഷം കൊടുക്കണം. ഇത് ഇസ്ലാമിൻ്റെ യുദ്ധമായിരുന്നു. ഖൊമേനി അള്ളാഹുവിൻ്റെ പ്രതിപുരുഷനായിരുന്നു. അദ്ദേഹത്തെയാണ് കൊന്നിരിക്കുന്നത്. ഖൊമേനിയെ വധിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രതിപുരുഷനെ വധിച്ചു എന്നുള്ള രീതിയിൽ വ്യാപകമായ പ്രചരണം നടത്തുകയും അന്ധമായി മാത്രം വിശ്വസിക്കുന്ന മതവിശ്വാസത്തെ അന്ധമായി, ഏത് ദൈവമാണെങ്കിലും, അള്ളാഹു ആണെങ്കിലും പരമശിവനാണെങ്കിലും ശ്രീരാമനാണെങ്കിലും യേശുക്രിസ്തു ആരാണെങ്കിലും അന്ധമായി വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ അതിൻ്റെ പിന്നിൽ അണിനിരത്താൻ പറ്റും. അതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയറായോ? അത് മനസ്സിലാക്കാതെ നമ്മളിവിടെ എന്ത് പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചാലും നടക്കുകയില്ല. ഇന്നലെ നമ്മൾ വേറൊരു വാർത്ത അറിഞ്ഞു. എന്തുമാത്രം ആഴത്തിലാണ് ഇറാൻ ശ്രമിച്ചത്. ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും ഇടയ്ക്ക് നമ്മുടെ സമുദ്രത്തിൽ വെച്ചാണ് ഇറാൻ്റെ ഒരു യുദ്ധക്കപ്പൽ. ആ കപ്പൽ എന്തിനായിരിക്കും വന്നിരിക്കുന്നത്? ഇന്ത്യയിൽ നിന്ന് പോയതാണെന്നാണ് പറയുന്നത്. എന്തിനായിരിക്കും കപ്പൽ വന്നിരിക്കുന്നത്? ആരുടെ നിർദ്ദേശപ്രകാരം? കപ്പൽ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് മടങ്ങിപ്പോകുന്നു, ആരും അറിയുന്നില്ല. എന്താ കാര്യം? എന്താ? നല്ല കാര്യത്തിനായിരിക്കും, ചീത്ത കാര്യത്തിനായിരിക്കും, ആർക്കും അറിയത്തില്ല. അപ്പോൾ ആ കപ്പലാണ് അമേരിക്കക്കാരൻ മുക്കിക്കളഞ്ഞത്. കുറേ ആൾക്കാർ മരിച്ച് ശവം ഒഴുകി നടക്കായിരുന്നു. അപ്പോൾ അത്തരം ലോകമെമ്പാടും കലാപം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്? ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇയാളെ കൊന്നാൽ, ഈ ആരിഫ് ഹുസൈനെ കൊന്നു കഴിഞ്ഞാൽ ഇവിടെ കുഴപ്പങ്ങളുണ്ടാകും എന്ന് അവർക്കറിയാം. എവിടെയെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കാം. ഇപ്പോൾ കാശ്മീരിൽ ഏറ്റവും കൂടുതൽ പ്രകടനം, ഷിയ പ്രകടനം നടക്കുന്ന സ്ഥലം ഏതാ? കാശ്മീർ ഏറ്റവും പൊട്ടൻഷ്യലാണ്. അപ്പുറത്ത് പാകിസ്ഥാൻകാർക്ക് എല്ലാ സഹായം ചെയ്യും കലാപം വളർത്താനായിട്ട്. ഈ കലാപം വളർന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സംഘടനമായിട്ട് ഇത് മാറും. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പ്രതിരോധിക്കാനുള്ള മാർഗം എന്താ? പ്രതിരോധിക്കാനുള്ള മാർഗം ഇത് ഇപ്പോൾ ISIയുടെ ഒത്തിരി ഒന്നിവിടെ ഇല്ലേ? ആരും അറിയാതെ കുറേ ഇല്ലാതാക്കിയില്ലേ? എത്ര പേരെ ഇല്ലാതാക്കി? എത്ര പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി? ആ രീതിയിലുള്ള പ്രതിപ്രവർത്തനം ഇവിടെയും നമ്മൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. പ്രതിപ്രവർത്തനം ആരംഭിക്കുന്നില്ലെങ്കിൽ നമ്മളെ വിഴുങ്ങും, ഉറപ്പാണ്. 10,000 പേരുള്ള അസംഘടിതരായിട്ടൊരു ജനവിഭാഗത്തെ കീഴടക്കാൻ ഒരു 100 പേര് വേണ്ട. ഇവിടെ ഇപ്പം ഏതെങ്കിലും ഹിന്ദു ദേവതകളെയോ ദൈവങ്ങളെയൊക്കെ വിമർശിക്കുകയോ, ഞാൻ പറയുന്നത് വിമർശിച്ചോട്ടെ എന്നാണ്, ഒരു കുഴപ്പമില്ല, നന്നായിട്ട് വിമർശിക്കട്ടെ. അങ്ങനെ വിമർശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ വിമർശിച്ച ആളെ ഹിന്ദുക്കളൊക്കെ ചേർന്നിട്ട് ചില ഹിന്ദു വാരിയേഴ്സ്, നീ എൻ്റെ ദൈവത്തെ വിമർശിച്ചു, നിന്നെ ഞാൻ കൊന്നിരിക്കും, നിൻ്റെ തല ഞാൻ എടുത്തിരിക്കും എന്നൊരു ആഹ്വാനം മുഴക്കുക എന്ന് വിചാരിക്കുക. ഷട്ടകുടഞ്ഞെഴുന്നേക്കും ആര്? മതേതർ ഷട്ടകുടഞ്ഞെഴുന്നേറ്റിട്ട് വലിയ വലിയ ഗീർവാണങ്ങളൊക്കെ മുടക്കും. ഇപ്പം അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ. ആരിഫ് ഹുസൈനെ സംരക്ഷിക്കാൻ എന്തുകൊണ്ട് മതേതർ തയ്യാറാവുന്നില്ല? സാംസ്കാരിക പ്രവർത്തകർ തയ്യാറാവുന്നില്ല. ആരിഫ് ഹുസൈൻ അനുകൂലമായിട്ട് സാംസ്കാരിക പ്രവർത്തകർ വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ കാരണം ഇവരുടെ പ്രചരണം ഇപ്പം ഇന്ത്യ ഒരു വലിയ ഡയലമാണ്. ഇന്ത്യക്ക് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നു. നല്ല അനുഭവം എന്ന് പറഞ്ഞാൽ ഇറാനെ അധികം മുടക്കാൻ പറ്റില്ല. ഇറാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യ പുരാതന കാലം മുതലുള്ള സുഹൃത്താണെന്നാണ് പറയുന്നത് ഇറാൻ. അതുപോലെ ഇപ്പറേ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ, UAE തുടങ്ങിയ രാജ്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളാണ്. ഈ യുദ്ധം അത് ഇസ്ലാമിൻ്റെ മണ്ടത്തരം എന്ന് പറയാം. ഇവരെ മണ്ടന്മാരെന്നുള്ള ഏറ്റവും വലിയ തെളിവ് ഇപ്പോൾ ഈ യുദ്ധം ആരുമായിട്ടാണ് ഉണ്ടായി വരുന്നത്? അമേരിക്ക ഇസ്രായേലൊക്കെ പതുക്കെ പിക്ചറിൽ നിന്ന് മാറി ഇത് സൗദി വേഴ്സസ് ഇറാൻ, അല്ലെങ്കിൽ UAE വേഴ്സസ് ഇറാൻ, ആ രീതിയിലേക്ക്, അതായത് ഖത്തർ വേഴ്സസ് ഇറാൻ അങ്ങനെ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഷിയ വാരിയേഴ്സിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് അവർക്ക് ഇത് മാത്രമേ രക്ഷയുള്ളൂ. അവർ എണ്ണത്തിൽ കുറവാണ്. ഷിയ മുസ്ലിം എണ്ണത്തിൽ ലോകമെമ്പാടും എടുത്താൽ എണ്ണത്തിൽ വളരെ 10-20 കോടി ജനങ്ങൾ കാണുമെന്ന് വിചാരിച്ചു. ഷിയ അത്രയേ ഉള്ളവർ, ബാക്കി മുഴുവൻ മറ്റ് മുസ്ലിംസ് സുന്നികളാണ്. അപ്പോൾ ഇവർക്ക് അവരെ പേടിയുണ്ട്. ഇവിടെ സുന്നി പോപ്പുലേഷനാണ് ഇന്ത്യയിൽ കൂടുതൽ. ഇത് വളരെ കുറച്ചാണ്. ഉത്തരേന്ത്യയിലെ കുറേ സ്ഥലങ്ങളിൽ മാത്രമേ ഇവർ കാര്യമായിട്ടുള്ളൂ, ഇവിടെ ഇല്ല. പിന്നെ രണ്ടാമത് ഇവർ കൊല്ലണമെന്ന് തീരുമാനിച്ചാൽ കൊല്ലുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചേക്കന്നൂർ മൗലവി എന്ന് പറഞ്ഞ ആളെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പോൾ ചേക്കന്നൂർ മൗലവി എങ്ങനെയാണ് കൊന്നത്?
അയാളുടെ ബോഡി പോലും കിട്ടിയിട്ടില്ല അല്ലേ? കാരണം എന്തിനാ? ഫണ്ടമെൻ്റൽ ഇസ്ലാമിനെതിരായി സംസാരിച്ചു എന്നുള്ളതായിരുന്നു അങ്ങേര് പറഞ്ഞ തെറ്റ്. പ്രവർത്തിച്ചില്ല, പ്രഭാഷണങ്ങൾ മാത്രം. എന്നിട്ടും അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. അപ്പോൾ ആരിഫ് ഹുസൈൻ ഇതെല്ലാം അറിയാം. ഈ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് നമ്മളെക്കാൾക്ക് നല്ല ബോധം അങ്ങേർക്കുണ്ടായിരിക്കും. പക്ഷെ അങ്ങേർക്ക് സംരക്ഷണം നൽകാൻ വേറൊരു ടീമുണ്ടെങ്കിൽ ഇപ്പം മരിക്കുന്നതിനാണെന്ന് നോക്കിയോ, ഇസ്രായേൽ കൊല്ലുന്നതിൻ്റെ 4 പേരെ കൊല്ലാൻ പറ്റുന്നുണ്ടോ വലിയ ആൾക്കാരെ? അപ്പോൾ കൊല്ലണമെങ്കിലും ഒരു കഴിവ് വേണം, അതിൻ്റെ പുറകിൽ ഒരു ദൃഢനിശ്ചയം വേണം. ഇപ്പം താങ്കൾ വിചാരിച്ച ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചാൽ ആദ്യത്തെ കണ്ടീഷൻ എന്താ? നിങ്ങളും സ്വയം മരിക്കാൻ തയ്യാറാകണം. നിങ്ങൾ സ്വയം മരിക്കാൻ തയ്യാറായിട്ട് മറ്റാരെങ്കിലും കൊല്ലാൻ തീരുമാനിച്ചാൽ മിക്കവാറും നടത്താം. ഈ ക്രിമിനോളജിയിലെ ഒരു തിയറി തന്നെ, അതായത് സ്വയം ചാവുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഒരാൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര അപകടമാണ്, വെരി ഡേഞ്ചറസ്. അതായത് ഞാൻ അങ്ങ് മരിക്കുന്നുണ്ടെങ്കിൽ മരിച്ചോട്ടെ, അതായത് ജീവനിൽ ഭയം ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭയം. എനിക്ക് മരിക്കാൻ പേടിയില്ല എന്നൊരാളങ്ങ് പ്രഖ്യാപിക്കുകയാണ്. എനിക്ക് മരിക്കാൻ പേടിയില്ല എന്നൊരാളങ്ങ് പ്രഖ്യാപിക്കുക. താങ്കൾക്ക് മരിക്കാൻ പേടിയില്ല എന്ന് താങ്കൾ അങ്ങ് പ്രഖ്യാപിക്കുക. താങ്കളെ പിടിച്ചാൽ കിട്ടില്ല, താങ്കൾ ഭയങ്കര അപകടകാരിയാവും. പ്രഖ്യാപിച്ചാൽ മാത്രം പറഞ്ഞാൽ മാത്രം പോരാ, ഉള്ളിൻ്റെ ഉള്ളിൽ വിചാരിക്കണം, പോടാ ഉള്ളിൽ എൻ്റെ ഞാൻ ബൂം കത്തിപ്പൊക്കോട്ടെ എന്ന് വിചാരിക്കാൻ തയ്യാറാണ്. ഏതെല്ലാം മാർഗത്തിൽ അപകടം ഉണ്ടാക്കാം. ഇവർ വലിയ ഗമേല പറഞ്ഞു, ഏതെല്ലാം ആറ്റിൽ വിഷം കലക്കാം, വാട്ടർ ടാങ്ക് വിഷം കലക്കാം. ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പലയിടത്തും. ആ വാട്ടർ ടാങ്ക് വിഷം കലക്കാം, ഭക്ഷണത്തിൽ വിഷം കലക്കാം, പിള്ളേർ പള്ളിക്കൂടത്തിൽ പോകുന്ന ചോറ്റും പാത്രത്തിൻ്റെ അത് ബോംബ് വെച്ച് വിടാം, അല്ലേ? ഇങ്ങനെയെല്ലാം ഇവിടെ ഈ ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു ക്രൂരമായ മനസ്സ് ട്രെയിൻ ചെയ്തെടുക്കപ്പെട്ടവർ, വളർത്തിയെടുക്കപ്പെട്ടവർ, അവർ നാളെ തീരുമാനിച്ചിറങ്ങിയാൽ ഈ പറയുന്ന ആരിഫ് ഹുസൈൻ ചിലപ്പം ഭൂലോകത്ത് കണ്ടില്ലെന്ന് വരും. പക്ഷെ അതിനുള്ള അവരുടെ പേടി എന്ന് പറഞ്ഞാൽ റിട്ടാലിയേഷനെ കുറിച്ച് പേടിക്കണം. പക്ഷേ അവർ പേടിക്കുന്നുണ്ട്, ചില ആളുകളെ പേടിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ വേറൊരു ടാക്ടിക്സൂടെ പറയാം. നമ്മൾ ഈ കഥയായിട്ട് സംഭവമായിട്ട് ബന്ധം എന്നാൽ പോലും ഇസ്രായേലുകാരെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുന്ന പരിപാടി ഒത്തിരി കുറച്ചു. എന്താണെന്നറിയോ? ഇസ്രായേൽ ജയിലിലുള്ള പാലസ്തീൻ തടവുകാർ, അല്ലെ ഗാസ ഹമാസിൻ്റെ തടവുകാർ 10 പേരുണ്ടെന്നിരിക്കട്ടെ. ഇപ്പോൾ ഇവർ ഇസ്രായേലിൻ്റെ ഏതെങ്കിലും ഒരു കുടുംബത്തിലെ പാവം പിടിച്ചൊരു കുറച്ച് പെണ്ണിനെയും പെൺപിള്ളേരെയും ഒക്കെ പിടിച്ച് എവിടെയെങ്കിലും മുറിക്കൊണ്ട് പൂട്ടിയിട്ടിട്ട് പറയും മറ്റവരെ മോചിപ്പിച്ചില്ലെങ്കിൽ ഇവരെ കൊന്നുകളയുമെന്ന് പറയും. അതിന് കുറേ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇസ്രായേൽ കാണിച്ച ബുദ്ധി എന്താണെന്ന് പറഞ്ഞാൽ, ആരെയെങ്കിലും ജയിലിൽ നിന്നും രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ട് പോകൽ നടന്നാൽ ഇസ്രായേൽ ആദ്യം ചെയ്യുന്നതിനായിരിക്കും എന്നറിയാമോ? ആരെയാണോ തട്ടിക്കൊണ്ടു പോകണമെന്ന് പറഞ്ഞ് അകത്തേറ്റ് കിടക്കുന്നത് അവനെ ആദ്യം കൊന്നുകളയുക. ഇവരിങ്ങനെ ഒരു ആവശ്യം വെച്ചാൽ ആദ്യം അവനെ കൊന്നുകളയുക. അവൻ ഇവരോട് പറയും, എന്നെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ഈ പരിപാടി ചെയ്യരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ജയിലിനകത്ത് കിടക്കുന്നവർക്ക്. അങ്ങനെ അത്തരം ടാക്ടിക്സ് ഉപയോഗിച്ചാണ് ഇസ്രായേലിന് അത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഇസ്രായേലിൽ ജനം കാണിയല്ലേ ഇവർ 2-3 പേരെ തട്ടിക്കൊണ്ടുപോയി ജയിലിൽ കിടക്കുന്നതിന് നമ്മളിവിടെ ചെയ്തില്ലേ? ഒരു വലിയ ഭീകരണം വിടാനായിട്ട് ഒരു വിമാനം തട്ടിക്കൊണ്ടുപോയി ഇല്ലേ കണ്ടകാറിലേക്ക്, നമ്മൾ വിട്ടുകൊടുത്തില്ലേ? അപ്പം അത്തരം തട്ടിക്കൊണ്ടുപോയി നിർത്തുക. ആരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നോ അവനെ കൊന്നുള്ളൂ. ആരിഫ് ഹുസൈൻ നമ്മുടെയൊക്കെ സുഹൃത്താണ്, നമ്മളെ കേട്ട് സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് വിമർശിക്കുക, മതവിമർശനം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യം അനുവദിക്കുന്നൊരു സംഗതിയാണ്. പക്ഷേ ചില സമയങ്ങളിലൊക്കെ, ചില ഘട്ടങ്ങളിലൊക്കെ ആരിഫ് ഹുസൈൻ തിരുവോരത്ത് പരിധി വിട്ടിട്ട് പോകാറുണ്ട് എന്ന് തോന്നാറുണ്ട്. അതൊരു വാസ്തവമാണ് ചില ഘട്ടങ്ങളിലൊക്കെ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു ഭീഷണി ഉണ്ടാവാനുള്ള കാരണം ആയത്തുള്ള അലി ഖമേനിയുടെ ഒപ്പം ബിക്കിനി ധരിച്ചുകൊണ്ടുള്ള സ്ത്രീകൾ ഹൂറിമാർ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു AI നിർമ്മിത ചിത്രം പങ്കുവെച്ചു. അപ്പം അതിനൊക്കെ ശേഷമാണ് വരുന്നത്. അപ്പോൾ ഇസ്ലാമിക വിമർശനം ചെയ്യുന്നതിൽ തെറ്റില്ല, ഹിന്ദു വിമർശനം ചെയ്യുന്നതിൽ തെറ്റില്ല, ക്രിസ്ത്യൻ വിമർശനം ചെയ്യുന്നതിൽ തെറ്റില്ല. ഇതൊക്കെ ചെയ്യണം. നല്ലൊരു ജനാധിപത്യത്തിന് ഇത് വളരെ വളരെയധികം ആവശ്യമാണ്. പക്ഷേ മതത്തിനെ വല്ലാണ്ടങ്ങ്, അതായത് ഇസ്ലാം തന്നെ മോശമാണെന്ന് പറയുന്ന രീതിയിൽ ചെയ്യുമ്പോഴേ അതിൽ വിശ്വസിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, ഒരുപാട് എത്രയോ അധികം ജനങ്ങളുണ്ടല്ലോ, അവരെ നമ്മൾ അവർക്ക് ഡിസ്റെസ്പെക്റ്റ് കൊടുക്കുന്ന പോലെയല്ലേ? ഡിസ്റെസ്പെക്റ്റ് അല്ല, അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഇത് വ്യക്തമായിട്ട് അറിയാവോ? AI നിർമ്മിതിയാണെന്ന് വന്നോ? തെളിയിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ അതിപ്പോൾ ചെയ്ത് ഏറ്റവും വലിയ പോകൃതരാണ്. ഏറ്റവും വലിയ പോകൃതരാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇനി അദ്ദേഹം സ്വയം രക്ഷ നോക്കുക എന്നുള്ളത് മാത്രമേ മാർഗമുള്ളൂ. കാരണം ആർക്കും അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയല്ല. ഇപ്പോൾ മോഡിയെക്കുറിച്ചൊക്കെ ഏതെല്ലാം തരത്തിൽ മോഡിയെക്കുറിച്ചും രാഹുൽ ഗാന്ധിയെക്കുറിച്ചൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷേ ഇതൊരു റിലീജിയസ് ഹെഡാണ്.
ലോകത്തെ നല്ല ശതമാനം ആൾക്കാർ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്ന റിലീജിയസ് ഹെഡായിരുന്നു. ഈ ഹിന്ദു വിമർശനം അതിഭയങ്കരമായ രീതിയിൽ ഹിന്ദു വിമർശനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ വ്യക്തിപരമായിട്ട്. അതിഭീകരമായ രീതിയിൽ ഹിന്ദു വിമർശനം ഉണ്ടാകണം. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാ അത് ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒഴുക്കുണ്ടാകും എന്നുള്ളതാണ്. സ്റ്റാഗ്നൻ്റ് ആവില്ല. വിമർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും മാറാനുള്ളൊരു അവസരമാണല്ലോ വിമർശനം എന്ന് പറയുന്നത്. അപ്പം സ്റ്റാഗ്നൻ്റ് ആവാണ്ട് നിരന്തരമായിട്ട് ഈ വിമർശനത്തിലൂടെ പുതുക്കി പണിയാനുള്ള സാധ്യത ഉണ്ടാകും. അങ്ങനത്തെ ഒരു അവസരം നിർമ്മിതികൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതെ, അതുകൊണ്ടാണ് ഞാൻ ഈ അള്ളാഹുവിനെ കാണുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ബ്രഹ്മാവായിട്ടും പരമശിവനായിട്ടും മഹാവിഷ്ണുവായിട്ടും യേശുക്രിസ്തുവായിട്ടൊക്കെയാണ് ഞാൻ അള്ളാഹുവിനെ കാണുന്നത്. അങ്ങനെ കാണുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുമുണ്ട്, നിരവധിയാണ് ഗുണങ്ങൾ. ഈ വെറുപ്പ് വിത്ത് ഇങ്ങനെ ആളുകളുടെ മനസ്സിലേക്ക് ഇടുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. അങ്ങനെ വെറുപ്പിൻ്റെ അംശം പകയിലൂടെയാണ് ഞാൻ എൻ്റെ സംഘടനയുടെ സംവിധാനം കെട്ടിപ്പിടിക്കുന്നെങ്കിൽ എന്തു ചെയ്യും? ഏത് സംഘടനാ രൂപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവും ഒരു എതിരാളി വേണം. ഫുട്ബോൾ കളിക്കുമ്പം ഗോളില്ലെങ്കിലോ ആരെങ്കിലും ഗോൾ അടിച്ചാൽ കൈയടിക്കും. വാശിക്കൊരു മത്സരത്തിൽ എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ ചര്യകൾക്കും ഈ വാശി വന്നു. ദൈവത്തിൻ്റെ കാര്യത്തിൽ പാടില്ലാത്തൊരു കാര്യമാണ്. ഏത് ദൈവം ഇല്ല എന്നുള്ള തർക്കം പോലും അവിടെ പാടില്ല. പക്ഷേ ഇവിടെ അതും കൊണ്ടുപോകും. അള്ളാഹുവാണോ വലുത്, യേശുക്രിസ്തുവാണോ വലുത്, ശ്രീകൃഷ്ണനാണോ പരമശിവനാണോ വലുത് എന്നുള്ള തർക്കത്തിലേക്ക് അവരിവിടെ കൊണ്ടുവരികയാണ്. അല്ല, ഈ ബഹുദൈവങ്ങളുടെ ഒരു ഗുണവും അത് തന്നെയാണ്. അത് നമുക്കാരെ ഒരു പല്ലിയെ കണ്ടു കഴിഞ്ഞാൽ വേണം തൊഴുത ആരും ചോദിക്കാൻ. പല്ലിയെ കണ്ടു കഴിഞ്ഞ് അത് ഹിന്ദുമതത്തിൻ്റെ പ്രത്യേകതയാണ്. അത് ഓരോ ക്രിസ്തുമതം അങ്ങനെ ചെയ്യില്ല, ഇസ്ലാം അങ്ങനെ ചെയ്യില്ല, ബുദ്ധൻ ചെയ്യും. ബുദ്ധൻ്റെ എല്ലാം ദൈവമാണ് മൊത്തം. നമ്മളെക്കാൾ കൂടുതൽ ദൈവങ്ങൾ അവർക്ക് കാണും. ആരെയും ദൈവമായിട്ട് കാണും, എവിടെ വെച്ചും കാണാം, ഏത് പരിസ്ഥിതിയിലും കാണാം. അതാണ് അമ്പലത്തിൽ പൂജ ചെയ്ത് പുഷ്പാർച്ചനയൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ദൈവം അല്ല ആകണമെന്നില്ല. അല്ലാത്ത ദൈവങ്ങളാണ്. വഴി സൈഡിൽ ഇരിക്കുന്ന വെറും കരിങ്കല്ല് പോലും ദൈവമാകും. ചിലരും ചോദിക്കും കരിങ്കല്ല്. ഇപ്പം പലരും ചില വ്ളോഗർമാരൊക്കെ ശിവലിംഗത്തിനെയൊക്കെ പൂജിക്കുന്നതിൽ ലിംഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എന്തിനേയും ഇവർ പൂജിക്കുന്നു, പശുവിനെ പൂജിക്കുന്നതിൽ കളിയാക്കാറുണ്ട്. അത്തരത്തിലുള്ള വ്ളോഗർമാർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പലതിനെയും ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിന് അത് നൽകുന്ന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുപ്പുണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ലിംഗത്തെ നമ്മൾ ലിംഗാരാധന അല്ല, ശിവലിംഗത്തെ പറയും അതാർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കണം. എന്നാൽ പോലും വിമർശിക്കുന്നവരാ അർത്ഥത്തിൽ പറയും. അതുപോലെ തന്നെ മറിച്ച് നമുക്കും പറയത്തില്ല, തിരിച്ച് വേറെ ഹിന്ദുക്കൾ പറയുക ഞങ്ങൾ ലിംഗാഗ്രഹം മുറിച്ചു കളയുന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കുഴപ്പമാവുമോ? ഈ മതങ്ങൾക്ക് വിമർശിക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാം. ആരും ഏകദൈവത്തെ മാത്രമായിട്ട് വിമർശിക്കുന്നില്ല. അങ്ങനെയാണ് ഒറ്റപ്പള്ളി പോലെ. ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്കെല്ലാം കൂടെ പലയിടത്ത് മാത്രമേ അള്ളാഹുവിനെ കൊണ്ട് വെച്ചിരിക്കണം. എന്തിനാ? ചന്ദ്രനാരാ? ചന്ദ്രനാരാ? ഇപ്പം ഞാൻ പറയുന്നത്, ഞാനൊരു മഹാനാണ്, ഞാനൊരു സംഭവമാണ്, താങ്കളൊരു മണ്ടനാണ്, അല്ലെങ്കിൽ മറ്റേ ആളൊരു മണ്ടനാണ്, ഞാൻ മാത്രം മഹാൻ, ഞാൻ മാത്രം സംഭവം. ഇങ്ങനെ നിരന്തരം ഒരാളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ മഹാൻ, ഞാൻ മാത്രമാണ് മഹാൻ, മറ്റുള്ളവരെല്ലാം തോന്നലുണ്ടാവും. അങ്ങനെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അല്ല, ആ തോന്നൽ തന്നെ നമ്മൾ ബിൽഡപ്പ് ചെയ്യും. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മൾ മഹാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്തോളം സമയം നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. മറ്റേ മണ്ടന്മാരായി മാറുകയും ചെയ്യും. കുറെ കഴിയുമ്പോൾ അടിമകളായിട്ട് മാറും. ഇവർക്കറിയത്തില്ല, അടിമയായതുപോലുള്ളവരും പോലും അവർക്കറിയത്തില്ല. തന്നെത്താൻ അടിമയാകും. മതത്തിൻ്റെ സൈക്കോളജി അതാണ്. പിന്നെ ഭയപ്പെടുത്തൽ, ദൈവനിന്ദ, ദൈവത്തെ നിന്ദിച്ചാൽ എന്ത് പറ്റും? അതെല്ലാ മതത്തിലുമുണ്ട്. ദൈവനിന്ദ ഇസ്ലാമിലൊക്കെ അത് വധശിക്ഷയാണ് അങ്ങനെ ചെയ്താൽ. അല്ലെങ്കിൽ തന്നെ നമുക്ക് പാപം, ദൈവത്തെ പുച്ഛിച്ചല്ലോ എന്നുള്ള കുറ്റബോധത്താൽ ഹിന്ദുക്കളുടെ മനസ്സ് നീറും. മറ്റേതങ്ങനെ കൊലപാതകത്തിലേക്ക് പോകില്ല. ഈ കൊലപാതകത്തിലേക്ക് പോകുന്ന തത്വശാസ്ത്രത്തെയാണ് ഇപ്പോൾ ഹാരിഫ് മുഹമ്മദിനെ കാഫിറായിട്ട് അവർ ചിത്രീകരിച്ചാൽ, ദൈവനിന്ദ ചെയ്ത ആളായിട്ട് ചിത്രീകരിച്ചാൽ അയാളെ കൊല്ലാൻ ആൾ ഇഷ്ടം പോലെ വേണം. ആരും 5 പൈസ മുടക്കണ്ട, തന്നെത്താൻ വന്നുള്ള ആൾ. അതാണ് അവരുദ്ദേശിക്കുന്നത്. ലോകത്ത് മുഴുവൻ കലാപം ഉണ്ടാക്കുക, കലാപത്തിൽ കൂടെ അധികാരം പിടിച്ചെടുക്കാൻ നോക്കുക. അവർ പ്ലാനില്ല, എല്ലായിടത്തും ഇല്ലേ. ഇവിടെ ജോസഫ് മാസ്റ്ററുടെ കൈവെട്ടി എന്തിനായിരുന്നു? ഒരു
അതൊക്കെ അവർക്കറിയാം, ഇത് നിസ്സാര കാര്യമാണെന്നും കൈവെട്ടേണ്ട കേസല്ലെന്നും ഒക്കെ അറിയാം. പക്ഷെ അവിടെ ഒരു കാരണം ഉണ്ടാക്കി ഒരാളെ ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിലെ ഒരു ആളുടെ കൈ വെട്ടുക എന്നുള്ള പ്ലാൻ്റെ പരിപാടിയാണ്. അല്ല, ഇതിന്റെ പിന്നിൽ അടിസ്ഥാന ഇതേ ഉള്ളൂ, പേടിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നീ എന്നെ കുറിച്ചൊന്നും പറയില്ലല്ലോ. ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. 10 പേരിറങ്ങി ടൗണിൽ പ്രകടനം നടത്തി ആരും മിണ്ടാൻ ജില്ലയിലെന്നേ സോഡാ കുപ്പി പൊട്ടി ചെറിഞ്ഞ എന്നായി. ഞാൻ ഒരു സ്ഥലത്ത് കണ്ടതാ ഞാൻ പറഞ്ഞു. അത് ഇവരല്ല, മാതൃഭൂമി പത്രം കത്തിച്ച് കളയുന്ന സംഭവം ഉണ്ടായിട്ടില്ല. മാതൃഭൂമി കത്തിച്ചിട്ടുണ്ട്, ബോയ്ക്കോട്ട് മാതൃഭൂമി. പക്ഷെ അതിലെത്ര പേര് അതിൻ്റെ പുറകെ പിന്നെ പോകാൻ. അപ്പം ഇവർ വന്ന രീതി, ആദ്യകാലത്ത് SDP-യും PDP ഒക്കെ വളർന്നു വന്ന രീതിയിൽ കേരളത്തിലെ മുസ്ലിങ്ങളിൽ ഇപ്പോൾ 60% അല്ലെങ്കിൽ 70% അവരാകേണ്ടിയിരുന്നു. നേരെ മറിച്ചാണ് സംഭവിക്കുന്നത്. അവരിലേക്ക് പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു വരിക. 2 കാരണങ്ങളുണ്ട്. ഇവിടെ BJP മോഡി വന്നതോടുകൂടി അവർക്ക് ഒരു പൊളിറ്റിക്കൽ അഭയം കിട്ടുന്ന സ്ഥലങ്ങളില്ലാതായി. എന്തായാലും അവസാനം നിർത്തുമ്പോൾ ഇത്രേ പറയാനുള്ളൂ, വിമർശിച്ചു കഴിഞ്ഞാൽ കൊന്നുകളയും, തലവെട്ടിക്കളയും എന്ന് പറയുന്ന ആളുകൾ ഭൂരിപക്ഷമായാൽ ഈ നാട് ഒരു വലിയ അപകടത്തിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവും. അതിനുമുമ്പ് ആരുടെയൊക്കെ തല എവിടെയൊക്കെ കാണുമെന്നൂടെ കാത്തിരുന്ന് കാണാം.